this child I have prayed, and you heard my cry. For this baby I had faith, and you gave new life. In this moment now I pray, and I vow to you this day I dedicate. ആത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സർവ്വവും ഭൂമിയും വന്നിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസ്രത്തിലെ തിരുകുടുംബം പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് ചെയ്യാത്തവനും അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും നിർദോഷിക്കെതിരായ കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവനൊരിക്കലും ഇളകുകയില്ല. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിശുദ്ധായുടെ പരിശുദ്ധ സുവിശേഷം. ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുചീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞൂർ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ശിശുക്കളെ അഗ്നിയെയും ആജ്ഞസിനെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിലേക്ക്, രക്ഷാകരമായ ജീവിതത്തിലേക്ക് മാമോദീസ എന്ന ഉപദാശയിലൂടെ ഈ ശിശുക്കൾ കടന്നു വരികയാണ്. ഈ ശിശുക്കളെയും ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുട്ടികളുടെ അടുക്കൽ വരട്ടെ, അവരെ തടയരുതെന്ന് അരുളി ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം പ്രകടമാക്കി ഈശോനാഥൻ ഈ ശിശുക്കളുടെ നാമകാരണം വിശുദ്ധരായ അങ്ങനെയും
എലിസബത്തിനെയും മാതൃക അനുസരിച്ച് വളരുവാൻ ഈ ശിശുക്കളെ അനുവദിക്കണമേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യം നൽകി ഇവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയുടെ ലക്ഷ്യപ്രാപ്തിക്കുന്ന തരത്തിൽ വളർത്താനും വളരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ഈശോയെ കാത്തു പരിപാലിച്ചതുപോലെ ഈ ശിശുക്കളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ എലിസബത്തിന്റെയും വിശുദ്ധ അന്നയുടെയും പ്രത്യേക മാധ്യസ്ഥവും ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. അവരുടെ ഗ്രാൻഡ് പേരൻസ് 4 പേരെയും കുടുംബങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികൾ വളർന്നു വന്ന് സമൂഹത്തിനും സഭയ്ക്കും പിടികളായ പെൺമക്കളായിട്ട് വളർന്നു വരുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കടന്നുപോയ എല്ലാ സഹനങ്ങളെയും ഈശ്വരന് മുമ്പാകെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയമങ്ങളും കർത്താവിന് തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശുക്കൾ പുതുജന്മം പ്രാപിക്കട്ടെ. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ അഭിഷേക തൈലത്താൽ
സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. മാമോദിസ സ്വീകരിച്ച് കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജെറീക്കയിലെത്തിച്ച അഗാഥ, അഗ്നസ്, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ടിബിൻ ആൻഡ് മിരിയാം, ഗ്രാൻഡ് പേരൻസ്, പ്രിയമുള്ള ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, ഒരു നല്ല സന്തോഷത്തിൻ്റെ ഒരു സുദിനം. നമ്മുടെ 2 കുഞ്ഞുമക്കള് ഇന്ന് ക്രൈസ്തവ വിശ്വാസം ഒരുപോലെ സ്വീകരിക്കുകയും സഭയുടെ മക്കളായി ഇന്ന് ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു നല്ല പുണ്യദിനം. ആ പുണ്യദിനത്തിൻ്റെ പ്രാർത്ഥനകൾ ടിവിൻ്റെ ജന്മദിനത്തിന് അന്ന് തന്നെ നടത്തുമെന്നതിൽ സന്തോഷകരമായ ഒരവസ്ഥയാണ്. നമുക്ക് ഈ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തില് വായിച്ചു കേട്ടു 3 ചിന്തകൾ. ഒന്ന്, ഈശോ സ്നാപകയോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി അവിടുന്ന് പറയുന്നുണ്ട്, ഇത് ഇപ്പോൾ സമ്മതിക്കുക എന്ന് ഈശോ സ്നാപകയോഹന്നാനോട് പറയുന്നുണ്ട്. മൂന്നാമതായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, സ്വർഗം തുറന്നു, ആത്മാവ് വരുന്നു. മൂന്നാമതായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. 3 ഉദാസകളാണ് പ്രധാനമായിട്ട് പരികർമ്മം ചെയ്യുക. ആദിമ ക്രൈസ്തവ സഭയിൽ ഈ 3 ഉദാസകൾ ഒരുപോലെയാണ്, ഒരേ ദിവസമാണ് പരികർമ്മം ചെയ്യുക. മാമോദിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. ഈ 3 ഉദാസകൾ ഇന്ന് അഗാധയ്ക്കും ആഗ്നസിനും കൊടുക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ അനന്തമായ പരിപാലന ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി, ഇവരുടെ ജീവിതം എപ്പോഴും ദൈവപരിപാലനയെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ വേണ്ടി കൃത്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സുദിനമാണ് നമുക്ക് ഇന്ന്. നമുക്കറിയാം, സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വരുമ്പോഴാണ് അവന് പല രീതിയിലെ ജീവിതത്തിലെ വിജയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. അവന് വേണ്ട വിവേകവും ജ്ഞാനവും അറിവും എല്ലാം കിട്ടുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വഴിയാണ്. ഈ പരിശുദ്ധാത്മാവാണ് അവനെ എന്നെ യോഗ്യനാക്കണമേ, സകലത്തിന്റെയും നാഥായ ദൈവമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രത്യേകമായ മാമോദിസയുടെ പരികർമ്മത്തിനായി ആരാധനമായ നാമത്തിൽ ഈ തൈലം പവിത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങനെ ഞങ്ങളുടെ രക്ഷകരമായ ശുശ്രൂഷയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന മാമോദിസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗഭാഗ്യവും അവിടുത്തെ പൗരത്വത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പാപമോചനമായ മാമോദീസായിൽ അമർത്യത്തിന്റെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധപൂർവ്വം കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം പകർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലിറങ്ങി വസിച്ചവരും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവശ്യിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിനും ആത്മാവിനും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ മുദ്രമായി തീരാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തിലൂടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നം വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അനുകരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ വിശ്വാസത്തിലേക്ക് മാർഗദീപമായിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ വിശ്വാസത്തിലേക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസയിലൂടെ ദൈവമായി തീർന്ന് പരിശുദ്ധമായ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസർക്ക് വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. സിമിയോൻ പ്രാർത്ഥനനിരതായിരുന്ന ശിഷ്യരെ പോലെ ഈ ദാസർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവരെ ശക്തരാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, ഉപകാരികളെ അങ്ങയുടെ അനുഗ്രഹത്താൽ പൂരിതരാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന